ഹലോ ഗായ്സ്, ബുക്ക് വായിക്കുക എന്നൊരു ശീലം എനിക്ക് പണ്ട് മുതലേ ഇല്ല. എങ്കിലും ബുക്ക് മാർക്കിൻ്റെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു പറ്റില്ലല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയെങ്കിലും ഒരു ബുക്ക് വായിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബുക്ക് മേടിച്ചു. എന്നിട്ട് വായിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ഫേമസ് 5 എന്ന് പറഞ്ഞ ബുക്ക്. സംഭവം നല്ല രസമുണ്ടായിരുന്നു, കുറേ അഡ്വഞ്ചേഴ്സും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി ബുക്കായിരുന്നു. അപ്പോൾ പിന്നെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്തോ റീഡിങ് ഹാബിറ്റൊക്കെ കിട്ടിയെന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എന്താണെന്നൊക്കെ അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു തീമിൽ നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ബിക്കോസ് നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കണ്ടുനോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. ഓക്കെ, ആദ്യം ഇതൊക്കെ വരയ്ക്കണം എന്നൊക്കെയായിരുന്നു. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ വരുന്ന ഫേമസ് 5 എഴുതാണ്. കളറിംഗ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ലെറ്റ്സ് ഡു അഡ്വെഞ്ചർ എന്നൊക്കെ ഞാൻ വെറുതെ എൻ്റെ ഒരു ഇതിൽ എഴുതിയാണ്. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ ബുക്കിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ മീറ്റ് ജൂലിയൻ ഡിക്കാനെ. അത് നല്ലൊരു പോർഷനാണ്. ഞാൻ വിചാരിച്ചതാൽ ഇവിടെ അതും കൂടി എഴുതി കൊടുക്കാമെന്ന്. അപ്പോൾ എഴുതിയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫോർമേഷൻ കോളായി. ബാക്കിൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഐറ്റംസൊക്കെ ഒന്ന് വരച്ചെടുക്കണം എന്നുണ്ട്. പേപ്പർ കോപ്പി ട്രേസിങ് ആപ്പ് ഉപയോഗിച്ച് നോക്കി, സ്വയം കല ഉപയോഗിച്ച് നോക്കി. എന്തായാലും നല്ല 8 നിലയിൽ 2 എണ്ണവും പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതുകയാണ്. ഇത് ഇപ്പോഴൊന്നും നടപടിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പതുക്കെ നമ്മുടെ പരിപാടി ഇതാക്കാൻ പോവാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫേമസ് 5 എന്നൊക്കെ എഴുതി കൊടുത്തു. പിന്നീടാണ് ഓർമ്മ വന്നത് നമ്മുടെ എഴുതിയ ആളുടെ പേരൊന്ന് എഴുതിയാൽ മതിയായിരുന്നു. എന്തായാലും നമ്മൾ കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. നമുക്ക് എന്തായാലും ഇതിനൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ ഞാനിവിടെ സൈഡിൽ ഇൻബൈറ്റെന്ന് എഴുതി കൊടുത്തു. ആൻഡ് ഇനി നമുക്ക് കളർ ഇല്ലാത്ത പരിപാടി ഞാനിതിന് വാട്ടർ കളറിലേക്ക് വിട്ടു കൊടുത്തിരിക്കുകയാണ്. കളർ ചെയ്ത് കുളമായിപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ കൂടി ഞാൻ വേറൊരു പേപ്പർ ജസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ വെറുതെ ഒന്ന് എഴുതി കൊടുക്കണം. സംഭവം നേരത്തെ എഴുതിയതൊക്കെ തന്നെയായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ വലിയ ആർഭാടങ്ങളും ചെയ്തതുപോലെ കുറച്ച് കുത്തഹ ദുൽകുത്തഹ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീണ ചേച്ചി പറഞ്ഞാൽ നമ്മൾ കുത്തഹയുടെ ഒരു കുത്തഹ നടത്തിക്കൊണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിലൊക്കെ കളർ ചെയ്യാം. എൻ്റെ അടുത്ത് മനസ്സിലുണ്ടായിരുന്ന ഒരു വിൻറ്റേജ് തീമൊക്കെയാണ്. ബിക്കോസ് ഇവർ കണ്ടുപിടിക്കുന്നത് മിസ്റ്ററീസാണ്. പിന്നെ പെയിൻറ്റിങ് ബ്രഷൊന്നും എടുക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ വെറുതെ മഞ്ഞ കളർ കുത്തുകൾ ഇട്ടിട്ട് എൻ്റെയും അൽക്കുത്തഹയും ദോക്കുത്തഹയും ചെയ്തിട്ട് ഒരു കുത്തഹയുടെ കുത്തഹ നടത്താമെന്നായിരുന്നു എൻ്റെ തീരുമാനം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. എന്നാലും ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് കോളായെങ്കിലും ഇത് സിങ്കായിട്ട് വന്നത് ശരി. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇതാണ് കേട്ടോ.